ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പവർ ഇലക്ട്രോണിക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിൽ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫേസ് കൺട്രോൾ റെക്ടിഫയറിൻ്റെ ആർ ലോഡ് പറഞ്ഞിരുന്നു അല്ലേ. നമുക്കിനി ആർ എൽ ലോഡും അതിൻ്റെ ഫ്രീ വീലിംഗ് ഡയോഡിൻ്റെ കാര്യങ്ങളും പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആർ എൽ ലോഡ് എന്താണെന്ന് നോക്കാം അല്ലേ. ഓക്കെ, ദിസ് ഈസ് നത്തിങ് ബട്ട് യുവർ ആർ എൽ ലോഡ് അല്ലേ. ഒരു ആറും ഒരു എല്ലും ഉണ്ട്, സർക്യൂട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ വേവ് ഫോം. ഓക്കെ, അപ്പോൾ വേവ് ഫോം അവിടെ നിൽക്കട്ടെ, ഞാൻ ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റുകൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പഠിച്ചു കൺട്രോൾഡ് ആകുമ്പോൾ ആ ട്രിഗർ ആംഗിളാണ് എക്സ്ട്രാ വരുന്നത് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ മറ്റേ അൺകൺട്രോൾഡിൽ പഠിച്ച അതേ കൺസെപ്റ്റ്സ് തന്നെയാണ്. എന്താണ്, നിങ്ങളൊരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, നിങ്ങളൊരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ തൈറിസ്റ്റർ എന്താവും, ഷോർട്ടഡ് ആവും അല്ലേ. ആറും ഉണ്ടാവും, എല്ലാവും. അപ്പോൾ ഇതാണ് വർക്കിംഗ് സമയം അല്ലേ. എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്, സീറോ എന്നല്ല, ഒരു ട്രിഗറിങ് ആംഗിൾ ആൽഫ കൊടുക്കുമ്പോൾ. ഇത് ആൽഫ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ബി ലുക്കിംഗ് വി സീറോ ഈക്വൽ ടു വി എസ്. എക്സാക്ട്ലി നമ്മൾ സപ്ലൈ വോൾട്ടേജ് പോലെ തന്നെയാണ് ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ്, കണ്ടില്ലേ അല്ലേ. എവിടെ വരെ, 0 to π വരെ അല്ലേ. അപ്പം വാട്ട് ഹാപ്പൻസ്, അപ്പോൾ നമ്മൾ ഈ സമയത്ത് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡക്ടറും കൂടി വരുമ്പോൾ ഇൻഡക്ടർ ചാർജ് ചെയ്യുന്ന സമയം അത് അല്ലേ, 0 മുതൽ π വരെ. അപ്പോൾ ആഫ്റ്റർ π വാട്ട് ഹാപ്പൻസ്, പൈക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത്, അതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പൈക്ക് ശേഷം ഈ ഇൻഡക്ടറിൽ പൈക്ക് ശേഷം എന്താണ്, ഈ സപ്ലൈ വോൾട്ടേജ് റിവേഴ്സ് ആവും, ശരിയല്ല. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് റിവേഴ്സ് ആവുന്ന സമയത്ത് ഈ SCR എന്താ സംഭവിക്കുന്നത്, SCR ഓഫ് ആവില്ല, പക്ഷേ അത് ഇറ്റ് വിൽ സ്റ്റിൽ കണ്ടിന്യൂ അല്ലേ. സ്റ്റിൽ കണ്ടിന്യൂ ടു കണ്ടക്ട് ബിക്കോസ് എന്താണ്, ഇൻഡക്ടറിന് കുറച്ച് എനർജി ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഇൻഡക്ടറിനുള്ള എനർജി കാരണമാണ് പിന്നെയും കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. ഈ ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന ഈ എനർജി എന്ത് ചെയ്യും, കുറച്ച് ആറിൽ ഡിസിപ്പേറ്റ് ചെയ്യും, പിന്നെ ബാക്കി എന്ത് ചെയ്യും, സപ്ലൈയിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും. ഇതായിരുന്നു നമ്മൾ ഇൻഡക്ടറിൻ്റെ കൺസെപ്റ്റ്, ഓർക്കുന്നില്ല നമ്മൾ മുന്നേ പറഞ്ഞത്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ, നമുക്കിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് പറയുമ്പോൾ വ്യക്തമാകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആറിലും ഡിസിപ്പേറ്റ് ചെയ്യും, സപ്ലൈയിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ആഫ്റ്റർ പൈ ഓൾസോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് കിട്ടുന്നുണ്ട്, അതാണിത്. ഓക്കെ, ഇങ്ങനെ കറണ്ട് കിട്ടി കറണ്ട് നമ്മൾ വോൾട്ടേജ് നെഗറ്റീവിലേക്ക് പോയി, ഇത്രയും വരെ പോകും. അതുപോലെ കറണ്ട് ഇവിടെ നിൽക്കേണ്ട കറണ്ടായിരുന്നു, അത് പിന്നെയും പോയി അല്ലേ. ഇവിടെ ബീറ്റ് ഇങ്ങനെ കറണ്ട് കിട്ടിയ അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ്, ഇൻഡക്ടർ വിൽ ബി ഗെറ്റിംഗ് ഡിസ്ചാർജ് അപ് ടു ആൻ ആംഗിൾ അല്ലെങ്കിൽ അപ് ടു ഒരു പോയിന്റ് വരെ. ആ പോയിന്റാണ് എന്ത്, ബീറ്റ, ശരിയല്ലേ. ഈ ബീറ്റ എന്നുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ബീറ്റ, അല്ലെങ്കിൽ ഈ പൊസിഷനിൽ ബീറ്റയിൽ കറണ്ട് എത്രയാണ്, 0 അല്ലേ. ബീറ്റയിൽ ഇവിടെ എത്തിയപ്പോൾ കറണ്ട് 0 ആയി അല്ലേ. അപ്പോൾ ആഫ്റ്റർ ബീറ്റ വാട്ട് ഹാപ്പൻസ്, അപ്പോൾ അതാണ് ആ ഇൻസ്റ്റൻറ്റ് വരെ ഉള്ളത്. ഇനി ബീറ്റയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത്, ബീറ്റയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ദ മൊമെൻറ്റ് കറണ്ട് ഈക്വൽ ടു 0 ആവുന്ന മൊമെൻറ്റ് ഏതാ, അറ്റ് ബീറ്റ അല്ലേ. ഈ കറണ്ട് ഈക്വൽ ടു 0 ആവുന്ന ഈ മൊമെൻറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ SCR ഏത് മോഡിലേക്ക് പോകും, റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിലേക്ക് പോകും, ശരിയാണല്ലോ. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിലേക്ക് പോകും. അതായത് നിങ്ങളുടെ SCR എന്താവും, SCR വിൽ സ്റ്റോപ്പ് കണ്ടക്ടിങ്, SCR കണ്ടക്ട് ചെയ്യൂല. ക്ലിയർ. അതൊക്കെ കാരണം ചെറിയ ഈ ഇതിൻ്റെ കാരണം സ്റ്റോർഡ് എനർജി ഓഫ് ദ ഇൻഡക്ടർ അല്ലേ. ഇനി ഇതിന് നേരെ റിവേഴ്സ് ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു, സപ്ലൈ വോൾട്ടേജ് ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, നെഗറ്റീവ് ആണ് അല്ലേ. VS നമുക്ക് ഇവിടെ എന്താണ്, നെഗറ്റീവ് ആണ്. VS നെഗറ്റീവ് ആവുന്ന കേസിൽ നിങ്ങളുടെ SCR ഇങ്ങനെയുള്ള സാധനമായിരുന്നു, ആറുണ്ടോ അല്ലേ, ഇത് ഓഫ് ആവും, സപ്ലൈ വോൾട്ടേജ് നെഗറ്റീവോ അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ നിങ്ങളുടെ ടൈറിസിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ബി ഗെറ്റിംഗ് VS, KVL അപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ VT വിൽ ഫോളോ VS ആഫ്റ്റർ ബീറ്റ. ബീറ്റയ്ക്ക് ശേഷം സപ്ലൈ വോൾട്ടേജ് തന്നെ കിട്ടും. ഇതാ ടൈറിസിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് കണ്ടില്ലേ, ബീറ്റയ്ക്ക് ശേഷം ഈ വോൾട്ടേജ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ക്ലിയർ. അപ്പം ഇത് എവിടെ വരെ കണ്ടിന്യൂ ചെയ്യും, അടുത്ത ഫയറിംഗ് പൾസ് കൊടുക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും. അടുത്ത ഫയറിംഗ് പൾസ് ഇനി എവിടെയാണ് കൊടുക്കുക, ഇതിങ്ങനെ പോയി ഈ സ്റ്റേറ്റ് വന്ന് ഇനി ഇവിടെയാണ് അടുത്ത ഫയറിംഗ് പൾസ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ 2π + ആൽഫയിലാണ് അടുത്ത ഫയറിംഗ് പൾസ് കിട്ടുന്നുള്ളൂ, ശരിയല്ലേ. പക്ഷേ നെക്സ്റ്റ് ഫയറിംഗ് പൾസ് കിട്ടുകയാണെങ്കിലും നിങ്ങൾ ഈ സ്റ്റേറ്റ് ആലോചിച്ച് നോക്കി, ഇവിടെ 2π ഉണ്ട്. ഈ 2π മുതൽ 2π + ആൽഫ വരെ SCR ഏത് മോഡിലായിരിക്കും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ ഏത് മോഡിലായിരിക്കും, ഇറ്റ് വിൽ ബി ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, ശരിയല്ലേ. ആ സമയത്ത് SCR ഏത് മോഡിലാണ്, ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലാണ്. ഈ സമയത്ത് മാത്രമല്ല, എവിടെ തൊട്ട് എവിടെ വരെ, ഈ സമയത്തും അത് എവിടെ തൊട്ട് എവിടെ വരെ, 0 മുതൽ ആൽഫ വരെ, ട്രിഗറിങ് വരെ
അല്ലേ? ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും എടുത്ത് ചോദിക്കുക. അതുകൊണ്ടാണ് കറക്റ്റ് അത് പറഞ്ഞു തരുന്നത് കേട്ടോ. 0 മുതൽ ആൽഫ വരെ ആണെങ്കിൽ ഫോർവേഡ് കണ്ടക്ട് ബ്ലോക്കിങ്ങിലായിരിക്കും. അതുപോലെ 2π മുതൽ 2π പ്ലസ് വരെ എന്താണ് ഫോർവേഡ് ബ്ലോക്കിങ്ങിലായിരിക്കും. ശരിയല്ലേ? ഇനി നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമ്മൾ റിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്തായിരിക്കും? സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള സമയത്തുള്ള ടൈം. റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് തൈറിസ്റ്റ് റിവേഴ്സ് ബയാസ് ആയുള്ള സമയം അതാണ് ഇവിടെ ω/TC. കണ്ടോ? എവിടെ തൊട്ട് എവിടെ വരെ? ഇത് ബീറ്റ അല്ലേ? ബീറ്റ മുതൽ ഇതുവരെ 2π വരെ. ബീറ്റ മുതൽ 2π വരെയാണ് സർക്യൂട്ട് ടേൺ ഓഫ് ടൈം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? TC = 2π - ബീറ്റ / ω. ഈ ഫോർമുല ഓർത്ത് വയ്ക്കാം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തു കിട്ടി. നമുക്ക് ആ ഇൻഡക്ടറിൻ്റെ കൺസെപ്റ്റ് അറിയാവുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പറയാൻ പറ്റിയത്. സെയിം കൺസെപ്റ്റാണ് അല്ലേ? നമ്മൾ ആ ഫയറിംഗ് ആംഗിളിൻ്റെ ആ ചെറിയൊരു ഡിലേ മാത്രമേ വരുന്നുള്ളൂ. ക്ലിയർ? ഇനി ബാക്കിയുള്ള പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡക്ടറിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് 0 മുതൽ π വരെ എന്താണ് നിങ്ങളുടെ വോൾട്ടേജ് >0 ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് >0 ആണ്. നിങ്ങളുടെ പവറും >0 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സോഴ്സ് എന്ത് ചെയ്യുവാണ്? സോഴ്സ് ഈസ് ഡെലിവറിങ് പവർ ടു ദ ലോഡ്. അതായത് ഇൻഡക്ടർ എന്ത് ചെയ്യുവാണ്? ചാർജ് ചെയ്യുന്ന സമയമാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? പിന്നെ π മുതൽ ബീറ്റ വരെയുള്ള ഇൻസ്റ്റൻറ്റിൽ V0 എന്താണ്? നെഗറ്റീവാണ്. V0 നെഗറ്റീവാണ് അല്ലേ? π മുതൽ 2π വരെ. ദെൻ I0 എന്താണ്? >0 ആണ്. അതുകൊണ്ട് P0 എന്താണ്? നെഗറ്റീവ്. അപ്പോൾ എന്താണ്? ലോഡ് ഈസ് ഡെലിവറിങ് പവർ അല്ലേ? ലോഡാണ് ഡെലിവറി ചെയ്യുന്ന പവറിങ് ടു സോഴ്സ്. ക്ലിയർ? ഇനി നിങ്ങളൊരു 3 ഇൻസ്റ്റൻറ്റുകൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കും. ഒന്നാമത്തെ ഇൻസ്റ്റൻ്റ് ആണ് ഫോർ ആർ ലോഡ്. ബീറ്റേൻ്റെ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ബീറ്റ ആൻഡ് എക്സ്റ്റൻഷൻ ആംഗിളിൻ്റെ കാര്യങ്ങൾ. ആർ ലോഡിൽ ബീറ്റ എത്രയാണ്? ഓർക്കുന്നുണ്ടോ? ആർ ലോഡിൽ ബീറ്റ π. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. ഇനി L ലോഡിൽ എത്രയാണ്? എൽ ലോഡ് ഞാൻ പഠിപ്പിച്ചില്ല. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് അറിഞ്ഞിരുന്നോ. ഇറ്റ് വിൽ ബി 2π - ആൽഫയിലായിരിക്കും ബീറ്റ. ക്ലിയർ? ദെൻ RL ലോഡിലോ? RL ലോഡിൽ ബീറ്റ വിൽ ബി ബിറ്റ്വീൻ π മുതൽ 2π - ആൽഫ. അതായത് ഇതാണ് നമ്മളുടെ ബീറ്റ അല്ലേ? ബീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ π മുതൽ 2π - ആൽഫ. അതായത് ഈ 2π എത്തില്ല, അതിന് കുറച്ച് ഇവിടെ. ഓക്കെ, ഇതാണ് 2π - ആൽഫ. അവിടെ വരെയായിരിക്കും നമ്മളുടെ ബീറ്റേൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത്. ക്ലിയർ? ഇങ്ങനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ആൻസർ. ഇനി ഇതുപോലെ നമുക്ക് I0 മാക്സിമം കറണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ ആർ ലോഡിൻ്റെ മാക്സിമം കറണ്ട് എവിടെ വരിക? I0 മാക്സ് എവിടെ ഒക്കർ ചെയ്യുക? അറ്റ് π/2. L ലോഡാണെങ്കിൽ ഇത് എവിടെ ഒക്കർ ചെയ്യുക? L ലോഡാണെങ്കിൽ നമ്മൾ മറ്റേ L ലോഡ് പഠിച്ചില്ല, അതേപോലെ തന്നെ അറ്റ് π. RL ലോഡാണെങ്കിലോ? RL ലോഡാണെങ്കിൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഏതിൻ്റെയൊക്കെ രണ്ടിൻ്റെ ക്രോസ് ആണ്? RL ലോഡാണെങ്കിൽ I0 മാക്സിമം കറണ്ട്. ഇതാണ് മാക്സിമം കറണ്ട്. എവിടെയൊക്കെ? ഇവിടെ π/2 ഉണ്ട്, ഇവിടെ ആരുണ്ട്? π ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൽ ഇടയിൽ. അപ്പോൾ π/2 മുതൽ π വരെ. ക്ലിയർ? ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂസാണിത്. π/2 മുതൽ π വരെ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എഴുതിയ പോലെ ആവറേജ് വോൾട്ടേജ് എഴുതാം. ആവറേജ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്ര? 1/2π. ഇൻ്റഗ്രൽ എവിടെ തൊട്ട് എവിടെ വരെയാണ് കണ്ടക്ഷൻ നടക്കുന്നത്? ആൽഫ മുതൽ ബീറ്റ വരെ. കറണ്ട് അല്ലേ? ആൽഫ മുതൽ ബീറ്റ വരെ. അപ്പോൾ ആൽഫ മുതൽ ബീറ്റ വരെ എഴുതുക. Vm sin ωt dωt. So you will be getting Vm/2π into cos alpha minus cos beta. Equation ഓർത്ത് വെച്ചോ. Vm/2π into cos alpha minus cos beta. അതുപോലെ I0 ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് വിൽ ബി V0 ആവറേജ് ബൈ R. അത് സംശയമൊന്നുമില്ലല്ലോ. പിന്നെ RMSO? RMS will be root of 1/2π alpha to beta Vm square sin square ωt dt. It will be Vm/2 into ഇതൊക്കെ ജസ്റ്റ് കേട്ടിരുന്നാൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിരുന്നാൽ മതി. അങ്ങനെ ഫോർമുല ചോദിച്ചാലായി. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കി പോയാൽ മതി. എക്സാമിന് കിട്ടിയാൽ ഒന്ന് ആൻസർ ചെയ്തു. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊന്നും എന്തായാലും ചെയ്യൽ നടക്കില്ല അല്ലേ? അപ്പോൾ അത് കണ്ട് പരിചരിച്ച് പോയാൽ മതി. ഇനി അടുത്ത കണ്ടക്ഷൻ ആംഗിൾ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ. കണ്ടക്ഷൻ ആംഗിൾ ഗാമ. ഇവിടെ നിന്ന് എവിടെ തൊട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്? എവിടെ തൊട്ടാണ്? ആൽഫ മുതൽ ബീറ്റ വരെ. അപ്പോൾ കണ്ടക്ഷൻ ആംഗിൾ ആൽഫ മുതൽ ബീറ്റ വരെ. അപ്പോൾ കണ്ടക്ഷൻ ആംഗിൾ നമ്മൾ എങ്ങനെ എഴുതും? ഇറ്റ് വിൽ ബി ബീറ്റ മൈനസ് ആൽഫ അല്ലേ? അതായത് SCR എവിടെ തൊട്ട് എവിടെ വരെ കണ്ടക്ട് ചെയ്യുന്നത് നോക്കണ്ട്. കറണ്ട് നോക്കിയാൽ മതി. അപ്പോൾ SCR എവിടെ തൊട്ട് ആൽഫ മുതൽ ബീറ്റ വരെ അല്ലേ ഉള്ളത്? അപ്പോൾ കണ്ടക്ഷൻ ആംഗിൾ എന്ന് വെച്ചാൽ ബീറ്റ മൈനസ് ആൽഫ. അതുപോലെ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 2π - ബീറ്റ ബൈ ω.
ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും ഫോർമുലാസ് ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ സപ്ലൈ ചെയ്യും. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ വേവ് ഫോം അല്ലേ. ഇനി അടുത്തത് RL വിത്ത് ഫ്രീ വീലിംഗ്. RL വിത്ത് ഫ്രീ വീലിംഗ്. ഓക്കെ, RL വിത്ത് ഫ്രീ വീലിംഗ് നമ്മളതിൻ്റെ കൺസെപ്റ്റ്സൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ RL വിത്ത് ഫ്രീ വീലിംഗ് എന്താ വരിക? ഇവിടെ R ലോഡും ഉണ്ടാവും, ഇവിടെ ആരും ഉണ്ടാവും, L ലോഡും ഉണ്ടാവും. ഇതിൻ്റെ അക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രീ വീലിംഗ് ഡയോഡിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പം വാട്ട് ഹാപ്പൻസ്, നമ്മൾ ആൽഫ മുതൽ പൈ വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് തന്നെയാണ്? V0 തന്നെയാണ് എന്ത് നമ്മുടെ VS. ശരിയല്ലേ? പക്ഷേ ആഫ്റ്റർ പൈ വാട്ട് ഹാപ്പൻസ്, പൈക്ക് ശേഷം എന്താ സംഭവിക്കുന്നത്? ആഫ്റ്റർ പൈ നമ്മൾ കൺസെപ്റ്റ് പഠിച്ച ഓർമ്മയില്ലേ? ആഫ്റ്റർ പൈ എന്താ സംഭവിക്കുന്നത്? ഇത് റിവേഴ്സ് ബയാസ്ഡ് ആവും അല്ലേ? റിവേഴ്സ് ബയാസ്ഡ് ആവും. അപ്പോൾ കണ്ടക്ഷൻ ആരെ ഏറ്റെടുക്കും? നമ്മുടെ ഫ്രീ വീലിംഗ് ഡയോഡ് ഏറ്റെടുക്കും. അപ്പോൾ ഇവിടെ R, ഇവിടെ എന്താണ്? L. ശരിയല്ലേ? ഇവിടെ R ഉണ്ട്, ഇവിടെ L ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് മൈനസ് പ്ലസ് ആവും. ഇതിൽ എന്ത് ചെയ്യും? നമ്മളെ പറഞ്ഞല്ലേ ഇത് 0 ആൽഫ മുതൽ പൈ വരെ V0 = VS. അതായത് നമ്മൾ ഇൻഡക്ടർ എന്ത് ചെയ്യുവാണ്? ചാർജ് ചെയ്യുവാണ് അല്ലേ? ആഫ്റ്റർ പൈ റിവേഴ്സ് ബയാസ് സമയത്ത് എന്ത് വരുമോ? നിങ്ങളുടെ ഇൻഡക്ടർ എന്ത് ചെയ്യുവാണ്? ഡിസ്ചാർജ് ചെയ്യുവാണ് അല്ല. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫ്രീ വീലിംഗ് അക്രോസ് യുവർ ഡയോഡ്. ഡയോഡിൻ്റെ അക്രോസ് ഫ്രീ വീൽ ചെയ്യും. അപ്പോൾ ഇൻഡക്ടറിൽ എന്ത് ഡീക്കേയിങ് എങ്ങനെ സംഭവിക്കുന്നു? ആറിൻ്റെ അക്രോസും എനർജി ഡിസിപ്പേറ്റ് ചെയ്യും. അതുപോലെ സപ്ലൈയിലേക്ക് പോവില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്രീ വീലിംഗ് ഡയോഡിൻ്റെ അക്രോസ് ആണ് നമ്മുടെ എനർജി മൊത്തം പോകുന്നത് അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡീക്കേയിങ് റേറ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഡീക്കേയിങ് റേറ്റ് കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് കറണ്ടായിട്ടും കിട്ടും. ക്ലിയർ? കണ്ടിന്യൂസ് കറണ്ട് ഒബ്റ്റെയിൻ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ, എന്ന് പറഞ്ഞല്ലേ, സെയിം കാര്യം. ഓക്കെ, അപ്പം ആഫ്റ്റർ പൈ നമ്മുടെ വോൾട്ടേജ് പറയുവാണെങ്കിൽ, ആഫ്റ്റർ പൈ നമ്മളെ വോൾട്ടേജ് നെഗറ്റീവിലല്ലേ ഉള്ളത്? നമ്മൾ നേരത്തെ അതേ ഫിഗർ തന്നെയാണ്. ഓക്കെ, വോൾട്ടേജ് നെഗറ്റീവിലാണ് ഉണ്ടാവുക. ഇത് നമ്മുടെ സാധാ ഇത് ഇൻഡക്ടർ ഉള്ള സമയത്ത് അല്ലേ. അപ്പോൾ ഫോർവേഡ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ VD അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഡയോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ KVL, ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ. ഇവിടെ KVL അപ്ലൈ ചെയ്യുന്ന എത്ര വരും? VD = -V0. ശരിയല്ലേ? അതായത് ഈ സ്ഥലത്ത് KVL അപ്ലൈ ചെയ്യുന്ന ഇങ്ങനെ വരിക, VD + V0 = 0. അങ്ങനെ VD = എന്ത് വരും? -V0 വരും. പൈക്ക് ശേഷം സപ്ലൈ വോൾട്ടേജ് <0 ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ ഇത് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ്. അപ്പോൾ VD എത്ര വരും? ഇറ്റ് വിൽ ബി +V0. അങ്ങനെയാണ് നമ്മുടെ, അതായത് ഇത് ഷോർട്ട് ആവും അല്ലേ. അപ്പോൾ ഡയോഡ് ഇങ്ങനെ പോസിറ്റീവ് വോൾട്ടേജ് കിട്ടുമ്പോൾ നമ്മൾ ഫോർവേഡ് ഫ്രീ വീലിംഗ് ഡയോഡ് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റിനാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ പൈ എന്താ സംഭവിക്കുന്നത്? ഈ ഫ്രീ വീലിംഗ് ഡയോഡ് ആക്ട് ചെയ്ത് കണ്ടക്ഷൻ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഡയോഡ് എന്ത് ചെയ്യുന്നു? ഷോർട്ട് ആവുന്നു. ശരിയല്ലേ? അപ്പോൾ വേവ് ഫോമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കാം? വേവ് ഫോമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇത് നേരത്തെ തന്നെ വേവ് ഫോമാണ്. വേവ് ഫോമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും? ഇവിടുത്തെ ഈ സംഭവം പോവും, ഇതുണ്ടാവില്ല അല്ലേ. ഇത് ഡിലീറ്റഡ് ആവും. കണ്ടിന്യൂസ് വേവ് ഫോം കിട്ടും. ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ വേവ് ഫോം ഇത് ഇങ്ങനെയായിരിക്കും. ഈ സാധനം ഉണ്ടാവില്ല. ഇവിടെ ആരുടെ കണ്ടക്ഷൻ നടക്കും? ഇവിടെ നമ്മുടെ ഫ്രീ വീലിംഗ് ഡയോഡാണ് കണ്ടക്ട് ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ കറണ്ടിൻ്റെ വേവ് ഫോമിന് പ്രത്യേകം എന്തായിരിക്കും? കറണ്ട് വിൽ ബി കണ്ടിന്യൂസ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. കണ്ടിന്യൂസ് കറണ്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ശരിയാണല്ലോ? അതുപോലെ തന്നെ തൈറസിൻ്റെ ക്രോസിലെ വോൾട്ടേജ് എന്ത് വരും? ഇവിടെ നിന്ന് ഈ ഡിലേ ഉണ്ടാവില്ല. എവിടെ നിന്ന് തന്നെ തുടങ്ങും? ഇവിടെ നിന്ന് തന്നെ തുടങ്ങും. ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്, ഇതുണ്ടാവില്ല. ക്ലിയർ? ഇത്രയേ ഉള്ളൂ വ്യത്യാസം സർക്യൂട്ടിൽ. അപ്പോൾ ഈ ഇൻഡക്ടറിൻ്റെ ഈ എനർജി സ്റ്റോറേജിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കും. അതുപോലെ തന്നെ തൈറിസ്റ്റർ ഫ്രീ വീലിംഗ് ഡയോഡ് തൊട്ട് തന്നെ റിവേഴ്സ് ബയാസിങ്ങും തുടങ്ങും. ശരിയല്ല? അപ്പോൾ ഇതാണ് റിവേഴ്സ് ബയാസിങ്ങിൻ്റെ ഏരിയ. ഈ പൈ മുതൽ π + α വരെ. ക്ലിയർ? അവിടെ നിന്നാണ് നമ്മൾ ഫ്രീ വീലിംഗ് ഡയോഡ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർക്കുക. ഇത് π മുതൽ ഇവിടെ വരെ കണ്ടക്ട് ചെയ്യും. ഇവിടെ 2π + α വരെയും എന്ത് ചെയ്യും? നമ്മൾ ഫ്രീ വീലിംഗ് ഡയോഡ് പോകും അല്ലേ. π മുതൽ 2π + α വരെയും പോകും. മറ്റേ കണ്ടക്ഷൻ എവിടെ വരെ ഉണ്ടാവുള്ളൂ?
മറ്റേ കണ്ടക്ഷൻ ഇത് 0 to π വരെ അല്ലേ, ഈ പൈന്ന് ഈ ആൽഫ കുറയും, അപ്പോൾ π - ആൽഫ. ക്ലിയർ? അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ എഴുതുവാണെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? നമ്മൾ ജസ്റ്റ് നോട്ട്സ് എഴുതുവാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഫ്രീ വീലിംഗ് ഡയോഡ് വരുമ്പോൾ നിങ്ങളുടെ RMS കറണ്ടും നിങ്ങളുടെ ഔട്ട്പുട്ട് RMS കറണ്ടും ഈക്വൽ അല്ല എന്നുള്ള കാര്യം ഓർക്കണം. ഓക്കെ, RMS കറണ്ടും നമ്മുടെ ഔട്ട്പുട്ട് RMS കറണ്ടും ഈക്വൽ അല്ല. ഓക്കെ, പിന്നെ കണ്ടക്ഷൻ ആംഗിൾ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതാ SCR കണ്ടക്ട് ചെയ്യുന്ന ഇവിടെ തൊട്ട് ഇവിടെ വരെ അല്ല, അപ്പോൾ ടോട്ടൽ π - ആൽഫ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു π - ആൽഫ ആണ് കണ്ടക്ഷൻ ആംഗിൾ അല്ലേ. ഇനി കണ്ടക്ഷൻ ആംഗിൾ ഓഫ് SCR ആണ് ഈ പറഞ്ഞത്, SCRനെ. ഇനി ഡയോഡ്, അതായത് നമ്മൾ ഫ്രീ വീലിംഗ് ഡയോഡിൻ്റെ കണ്ടക്ഷൻ എവിടെ തൊട്ട് എവിടെ വരും? നിങ്ങൾ നോക്കൂ, ഫ്രീ വീലിംഗ് ഡയോഡിൻ്റെ കണ്ടക്ഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് ലോഡ് കറണ്ട് ഡിസ്കണ്ടിന്യൂസും ലോഡ് കറണ്ട് കണ്ടിന്യൂസ് ആയ സമയത്ത് നിന്ന് എടുത്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ലോഡ് കറണ്ട് ഡിസ്കണ്ടിന്യൂസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ദ ആൻസർ ഈസ് ബീറ്റ - π. ഓക്കെ, ഡിസ്കണ്ടിന്യൂസ് ആകുന്ന സമയത്ത് ബീറ്റ - π, അല്ലെങ്കിൽ ആ ചെറിയ നമ്മുടെ ബീറ്റയിൽ നിന്ന് π കുറക്കുന്ന സമയം, അത് ഈ ആംഗിൾ. ഓക്കെ, ഇനി അതല്ല കണ്ടിന്യൂസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി, ഞാൻ പറഞ്ഞു ഇതാ ഇവിടുന്ന് π മുതൽ എവിടെ വരെ? അടുത്ത് തുടങ്ങുന്നത് വരെ. അപ്പോൾ 2π + ആൽഫ. ഇത് മൊത്തം ആ ഫ്രീ വീലിംഗ് ഡയോഡിൻ്റെ കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ π മുതൽ 2π + ആൽഫ അടുത്ത കണ്ടക്ഷൻ വരെ. അപ്പോൾ കണ്ടിന്യൂസ് കണ്ടക്ഷൻ ആംഗിളിൽ ഗാമ നമുക്ക് ഇങ്ങനെ കിട്ടും 2π + ആൽഫ - π. സോ ആൻസർ വിൽ ബി π + ആൽഫ അല്ലേ. π + ആൽഫയാണ് നമ്മൾ കണ്ടക്ഷൻ ആംഗിൾ. ഇത് ലോഡ് കറണ്ട് കണ്ടിന്യൂസ് ആവുന്ന സമയത്ത്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് എഴുതുവാണെങ്കിലോ അല്ലെങ്കിൽ ആവറേജ് വോൾട്ടേജ് എഴുതുകയാണെങ്കിൽ പുട്ട് ബീറ്റ = π ഫോർ RL ലോഡ്. RL ലോഡിൻ്റെ ഇക്വേഷനിൽ ബീറ്റയ്ക്ക് എന്ത് ചെയ്യുക? π കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? V0 ആവറേജ് = Vm/2π ഇൻറ്റു cos ആൽഫ - cos π. cos π എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ അഗെയിൻ -1 വരും അല്ലേ. അപ്പോൾ -1 +1 വരും. സോ ആൻസർ വിൽ ബി V1/2π ഇൻറ്റു 1 + cos ആൽഫ. ക്ലിയർ? ഇനി I0 ആവറേജ് ചോദിക്കുവാണെങ്കിലോ അത് നമുക്കറിയാം, V0 ആവറേജ് /R. ക്ലിയർ? ഇനി എന്തൊക്കെയാണ് നമ്മൾ അഡ്വാൻറ്റേജ്, നമ്മൾ ഫ്രീ വീലിംഗ് ഡയോഡ് യൂസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആവറേജ് വോൾട്ടേജ് എന്ത് ചെയ്യും? കൂടും. ആവറേജ് കറണ്ട് എന്ത് ചെയ്യും? കൂടും. അതുപോലെ പവർ ഫാക്ടർ എന്താവും? ഇംപ്രൂവ് ആവും. ദെൻ കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡ് എന്താവും? പോസിബിൾ ആവും അല്ലേ. അത്രയൊക്കെ തന്നെ ആവശ്യങ്ങളുള്ളൂ അല്ലേ. ആവറേജ് കറണ്ട് PF ഇമ്പ്രൂവ് ആവും. കണ്ടക്ഷൻ എന്താവും? കണ്ടിന്യൂസ് ആവും. അല്ലെങ്കിൽ കറണ്ട് എന്താവും? കണ്ടിന്യൂസ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്, നമ്മുടെ ഫ്രീ വീലിംഗ് ഡയോഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും നാൾ നമുക്ക് കൺസെപ്റ്റ്സ് ഒക്കെ സെയിം. ഇനി ഈ ലോഡും കൂടി ഉണ്ട്. ഈ ലോഡ് ഞാൻ എടുത്തു തരാം. അതിൽ ചെറിയൊരു വേവ് ഫോമിന് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ബെൻഡ് വരും. ഇത്രയും പാർട്ട് കഴിഞ്ഞിട്ട് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലിയർ? അത് ഞാൻ എടുത്തു തരാം. അപ്പം നമ്മളുടെ ഫേസ് കൺട്രോൾ റെക്ടിഫയറിൻ്റെ ബേസിക് കാര്യങ്ങൾ RLോട് ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഫുൾ വേവ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ്സ് ക്ലിയർ ആയ സ്ഥിതിക്ക് നമ്മൾ ഇനി കുറേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഡീൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ വരുന്ന ക്ലാസ്സിൽ ഏതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് കൺസെപ്റ്റ് അറിയേണ്ടത്, ഏതിൻ്റെയാണ് ഇക്വേഷൻ അറിയേണ്ടത്, എല്ലാം നമ്മൾ എന്ത് ചെയ്യും? വ്യക്തമായിട്ട് എടുത്തെടുത്ത് പറയും. പറ്റാവുന്നതും കുറേ ഒബ്ജക്റ്റീവ്സ് ചെയ്യാൻ നോക്കാം. കാരണം ഒബ്ജക്റ്റീവ്സ് അറിഞ്ഞിട്ടില്ലെങ്കിൽ കാര്യമില്ല. അപ്പം നമ്മളൊക്കെ ചെയ്യാം. നമ്മളെന്തായാലും സിംഗിൾ ഫേസ് ഫുൾ വേവ് കൺട്രോൾഡ് നമുക്ക് പഠിക്കണം. അതുപോലെ ഫുൾ കൺവേർട്ടർ നോക്കണം അല്ലേ. ഫുൾ കൺവേർട്ടറിൻ്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ കുറച്ച് ഇക്വേഷൻസ്, ഫുൾ വേവിൻ്റെ ഒക്കെ കുറച്ച് ഇക്വേഷൻസേ കാര്യങ്ങളായിട്ട് നോക്കാനുള്ളൂ. ഓക്കെ, അതാണ് ഈ കൺട്രോളിൽ പഠിക്കാനുള്ളത്. പിന്നെ SCRൻ്റെ കമ്മ്യൂട്ടേഷൻ ടെക്നിക്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതും എന്ത് ചെയ്യാം? പറയാം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ചോപ്പർ, AC വോൾട്ടേജ് കൺട്രോളർ, അതുപോലെ തന്നെ സൈക്ലോ കൺവേർട്ടർ. ഇതൊക്കെ വളരെ ചെറിയ ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ. ഇതിൻ്റെ അകത്തു നിന്നൊക്കെ അതൊക്കെ കാണുമ്പോൾ വലുതാണെങ്കിലും പക്ഷേ വളരെ ചെറിയ ചോദ്യങ്ങളെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഡെപ്തിലൊക്കെ ഒന്നും അങ്ങനെ പോവാറില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാം.
അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം എടുക്കാം, AC വോൾട്ടേജ് കൺട്രോളർ എടുത്ത് പഠിക്കാം. പിന്നെ നമുക്ക് മോസ്ഫെറ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ IGBT ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഞാൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് AC വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ ഇതുപോലത്തെ ഒരു പ്രിൻസിപ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം കൺസെപ്റ്റ്സൊക്കെ കറക്റ്റായിട്ട് ഓർക്കുക, ഇക്വേഷൻസ് ഒക്കെ എഴുതുക. ഇക്വേഷൻസ് ആയിട്ട് ഞാനൊരു ക്ലാസ് എന്തായാലും, ഇക്വേഷൻസ് മാത്രം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് എന്തായാലും വെക്കും. അപ്പോൾ എല്ലാ ഇക്വേഷൻസും നമുക്ക് എന്ത് ചെയ്യാം, സമപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾ അത് പഠിച്ചാൽ മതി. പിന്നെ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ പിന്നെ പ്രശ്നമില്ല, നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് മാത്രം പഠിച്ച് എക്സാം ഹോളിലേക്ക് പോവാം. പിന്നെ എത്ര ഡയോഡ് ഉണ്ട്, എത്ര ഇതെന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.